ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവത വാഹിനി അധ്യായം 35. ഗോപാലനും ഗോപീഗോപന്മാരും. ശ്രീ ശുഗൻ തുടർന്നു. ശ്രീകൃഷ്ണൻ്റെ ആകർഷണ പ്രഭാവം അവർണ്ണനീയമാണ്. ഉണ്ണി മാധുര്യത്തിൻ്റെ മൂർത്തിയായിരുന്നു. ഈശ്വരൻ സർവകാലത്തും അവതരിക്കുന്നുണ്ട്, ഓരോന്നിലും തൻ്റെ ദിവ്യശക്തി കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഈ കൃഷ്ണാവതാരത്തിൻ്റെ അസാധാരണമായ ആകർഷണമാണ് ഭഗവാൻ പ്രദർശിപ്പിച്ചത്. തങ്ങളുടെ ഹൃദയത്തിൽ പ്രേമത്തിൻ്റെ ഉറവ് ഉണ്ടായിരുന്നവർക്ക്, ഭക്തിയുടെ മന്ത്രശക്തി ഉണ്ടായിരുന്നവർക്ക്, ഇന്ദ്രിയങ്ങളിൽ അതീശത്വം നേടിയവർക്ക് തങ്ങളിൽ സ്നേഹപൂർവമായ ആരാധനാ മനോഭാവം ഉയരുന്നതായി തോന്നിയിരുന്നു. സ്നേഹവും ഭക്തിയും ഉള്ള എല്ലാവരെയും കൃഷ്ണൻ ഉത്തേജിപ്പിക്കുന്നു. ആ ബാലൻ്റെ മൃദുസ്പർശം കൊണ്ടുപോലും ജനങ്ങൾ ശരീരബോധം വിട്ടുകളയുന്നു. പിന്നീട് ദിവ്യാനന്ദത്തിൽ മഗ്നരായി അവൻ്റെ ഈണത്തിനനുസരിച്ച് ജീവിക്കുന്നു. ഇടയ്ക്ക് അവൻ പല തമാശകളിലും മുഴുകും. ആ സന്ദർഭങ്ങളിൽ ശ്രോതാക്കൾക്ക് തങ്ങളെക്കാൾ ഭാഗ്യവാന്മാരും ശ്രേഷ്ഠരുമായി ഈ ലോകത്തിൽ മറ്റാരുമില്ല എന്ന് തോന്നിയിരുന്നു. പ്രജാവാസികളായ ഗോപീഗോപന്മാർ അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ പോലും കൃഷ്ണനെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വഴിഞ്ഞൊഴുകുന്ന അരികിൽ മന്ത്രമുഗ്ധരെ പോലെ നിന്ന സ്ഥാനത്ത് തന്നെ നിൽക്കും. കല്ലിൽ കൊത്തിയെടുത്ത പ്രതിമകളെപ്പോലെ വ്രജത്തിലെ സുന്ദര തരുണിമാർ അവരുടെ മാനസങ്ങളെ അവന് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. ഉണ്ണി അവരുടെ ജീവശ്വാസമല്ലേ? പ്രേമത്തിൻ്റെയും കരുണയുടെയും മൂർത്തിയല്ലേ? എത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ച പണ്ഡിതരിനു പോലും ഗോപികളുടെ ഭാവവും അനുഭാവവും വർണ്ണിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവിടെ ഭാഷ മൂകമായി തീർന്ന് പരാജയപ്പെട്ടുപോയി. ഗോപന്മാരുടെ ഭക്തിയും അർപ്പണ മനോഭാവവും ഉന്നത നിലവാരമെത്തിയ വികാരവിഹായസിൽ വിഹരിക്കുന്നു. അതിന് സീമകളില്ല. ഉദ്ധവൻ എന്ന മഹാജ്ഞാനി കൂടി അവരെ കണ്ടിട്ടു പറഞ്ഞു, അഹോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം പാഴാക്കിക്കളഞ്ഞുവല്ലോ. കൃഷ്ണചന്ദ്രൻ്റെ ശീതള സാമീപ്യത്തിൽ ഇത്ര നാളും ഇരുന്നു, വളരെ സമീപത്തായിരുന്നു. എന്നാലും ആ ചിത്തചോരൻ്റെ പ്രേമ സാമ്രാജ്യത്തിലോ പ്രഭാവലയത്തിലോ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഭഗവാനോട് ഈ ഗോപികമാർക്കുള്ള ഭക്തി പ്രേമങ്ങളുടെ ഒരു അംശം പോലും എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ടില്ല. ഇനിയും ഒരു ജന്മം എടുക്കുമെങ്കിൽ ഒരു ഗോപനോ ഗോപികയോ ആയി ജനിക്കുകയാണ് വേണ്ടത്. മറ്റു വിധത്തിൽ ജനിച്ചാൽ ആ ജന്മം നിഷ്ഫലം തന്നെ. അങ്ങനെ ഗോപനോ ഗോപികയോ ആയി ജനിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ വൃന്ദാവനത്തിലെ സസ്യശ്യാമള ലതാകുഞ്ചമായി തീരട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ മല്ലികാലതയായി തീരട്ടെ. അത്രയും കൂടി ഭാഗ്യമില്ല എങ്കിൽ ഗോപന്മാരും മുരളീകൃഷ്ണനും സദാ സന്ദർശിക്കുന്ന പുൽത്തകിടികളിലെ കേവലം ഒരു പുൽക്കൊടിയായി തീരട്ടെ. ഇത്തരത്തിലാണ് ഉദ്ധവരുടെ വിലാപം. ഭക്തി സഞ്ചിതമായ വ്യത കൊണ്ട് പ്രേരിതമായിട്ടാണ് ഉദ്ധവൻ ഇങ്ങനെ കൊതിച്ചത്. ഹൃദയത്തിൽ അത്യുത്കടമായ ആശ കൊണ്ട് തന്നെ ആ മഹാശയന രക്ഷയും ലഭിച്ചു. കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ബന്ധം കാമോദ്ദീപകമാണ് എന്ന് പ്രസ്താവിക്കുന്ന വ്യക്തി അഗാധമായ ആലോചന കൂടാതെ എളുപ്പത്തിൽ അബദ്ധമായ നിഗമനത്തിൽ എത്തപ്പെടുന്നവനാണ് എന്ന് സ്പഷ്ടമാണ്. അത്തരക്കാരുടെ പ്രസ്താവനകൾ ശ്രദ്ധാർഹങ്ങളല്ല. മഹാരാജാവേ, നിർമ്മല മനസ്സുള്ളവർക്കല്ലാതെ മറ്റാർക്കും ശ്രീകൃഷ്ണ ലീലകളുടെ ആന്തരാർത്ഥം മനസ്സിലാവുകയില്ല. ഈ വിവരണം കേട്ട് പരീക്ഷിത്ത് അതീവ സന്തുഷ്ടനായി. പുഞ്ചിരി കളിയാടുന്ന അധരങ്ങളോടെ അദ്ദേഹം ചോദിച്ചു, സ്വാമി, ഉദ്ധവർ വൃന്ദാവനത്തിലേക്ക് പോയതെപ്പോഴാണ്? പോയതിൻ്റെ ഉദ്ദേശ്യം? ശ്രീകൃഷ്ണൻ്റെ സന്നിധി വിട്ട് അങ്ങോട്ട് പോയത് എന്തു പ്രേരണയാലാകുന്നു? അത് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും. ശ്രീ ശുഗൻ പറയാൻ തുടങ്ങി, രാജാവേ, ഉദ്ധവർക്ക് ഭഗവാനെ വിട്ടുപിരിഞ്ഞു പോകുവാൻ കഴിയുകയില്ല. ഒരു നിമിഷം പോലും അകന്നിരിക്ക വയ്യ. എന്നാൽ ഗോപികമാർക്ക്
സന്ദേശമെത്തിക്കാൻ ശ്രീകൃഷ്ണൻ തന്നെ അദ്ദേഹത്തെ നിയോഗിച്ചു. ഗത്യന്തരമില്ലാത്തതിനാൽ അദ്ദേഹം പോയി. വിരഹം അനിവാര്യമായി. പക്ഷേ ദൗത്യ നിർവഹണത്തിന് സ്വാമി ഒരു ദിവസത്തെ സമയം മാത്രമേ കൊടുത്തുള്ളൂ. അതിലുമധികം താമസിക്കരുതെന്ന് ഭഗവാൻ നിർദ്ദേശം നൽകി. എന്നിരിക്കലും വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ ഒരു ദിവസത്തെ വിരഹം തന്നെ ഉദ്ധവർക്ക് ഒരു യുഗം പോലെ തോന്നി. എന്നാൽ അവിടെ എത്തിയപ്പോഴോ യാമങ്ങളതാ പറന്നു പോകുന്നു. എനിക്കിപ്പോൾ മടങ്ങിപ്പോകണമല്ലോ എന്ന വ്യസനം. എൻ്റെ ജീവിതം മുഴുവനും ഇവരുടെ കൂടെ കഴിച്ചുകൂട്ടുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ എത്ര സന്തോഷിക്കുമായിരുന്നു. ആ പുണ്യം ഞാൻ നേടിയിട്ടില്ല എന്ന ദുഃഖചിന്ത അദ്ദേഹത്തെ അലട്ടി. ഭഗവാനും ഭക്തനും തമ്മിൽ വാസ്തവത്തിൽ ഒരന്തരവും ഇല്ലെന്ന് ചക്രവർത്തി അങ്ങ് മനസ്സിലാക്കിയോ? ഗോപികളെ പിരിഞ്ഞു പോകുന്നതിൽ ഉദ്ധവർക്ക് കൃഷ്ണനെ പിരിഞ്ഞു പോകുന്നതിലുള്ളതിനേക്കാൾ അധികം വിഷാദമുണ്ടായി. രണ്ട് സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ആനന്ദം തുല്യം. ഗോപിയും ഗോപാലനും തമ്മിൽ, ഭക്തനും ഭഗവാനും തമ്മിൽ ശരിക്കും വ്യത്യാസം ഒന്നുമില്ല. ഗോപികമാരുടെ ഹൃദയങ്ങളിൽ ഭഗവാൻ ഇരിക്കാനുള്ള പീഠമായി. അവരുടെ അന്തരംഗത്തിലെ ആർത്തികൾ കൃഷ്ണരസം എന്ന മധുപാനം ചെയ്യുകയാൽ ശമിച്ചു. അവർ തൃപ്തിയടഞ്ഞു. കൃഷ്ണനുമായുള്ള വിരഹം മൂലം അവർക്കുള്ള അത്യഗാധമായ വ്യത ഉദ്ധവർക്ക് ബോധ്യമായി. അവർക്ക് കൃഷ്ണനുമായുള്ള പ്രേമബന്ധത്തിൻ്റെ ഉറപ്പ്, കൃഷ്ണനെപ്പറ്റി കേൾക്കുവാനുള്ള ആഗ്രഹം, കൃഷ്ണനെപ്പറ്റിയുള്ള ഉത്കണ്ഠ, കൃഷ്ണൻ്റെ സന്ദേശം കേൾക്കാനും അതനുസരിക്കാനുമുള്ള വെമ്പൽ, ഇതൊക്കെ ഉദ്ധവർക്ക് മനസ്സിലായി. കൃഷ്ണൻ്റെ കഥകളിൽ നിന്ന് അവരുടെ ശ്രദ്ധ ഒരു ഞൊടിയിട പോലും മാറിപ്പോകാൻ അവർ അനുവദിച്ചില്ല. കൃഷ്ണൻ്റെ മാധുര്യത്തിൻ്റെ പ്രഭാവം അലയടിച്ചു പരന്ന് വ്രജത്തിൽ അപാരമായ സ്വാധീന ശക്തി ചെലുത്തി. ഫലമോ ജീവനുള്ളവ നിർജീവങ്ങളായി തോന്നി, നിർജീവങ്ങൾ ജീവനുള്ളവയായും. ഗോവർദ്ധന നഗരിയിലെ കഠിനമായ പാറക്കല്ലുകൾ കൂടി ആനന്ദാശ്രുക്കൾ വാർക്കുന്നത് ഉദ്ധവർ സ്വദൃഷ്ടികൾ കൊണ്ട് കണ്ടു. ഗോപികമാരുടെ ഹൃദയത്തിൽ ദിവ്യാനന്ദം നിറയുകയാൽ അവർ ശിലകൾ പോലെ ഇളകാതെ ഇരിക്കുന്നതായും കണ്ടു. അദ്ദേഹം ചിന്തിച്ചു, പരമാത്ഭുതം, ഹൃദയോദ്ദീപ്തം. ഗോപികമാരുടെ ഭക്തിയെ വർണ്ണിക്കവേ ശ്രീശുകൻ ആനന്ദദുന്ദലനായി. പരിസരബോധമില്ലാതെ പലതവണ അദ്ദേഹം സമാധിയിലാണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കഥനം കേട്ടിരുന്ന മുനിപുങ്കവന്മാരും ഋഷികളും ദിവ്യാനന്ദം അനുഭവിച്ചു. ശ്രീശുകനെ ഇങ്ങനെ പുളകിതഗാത്രനാക്കിയ ശ്രീകൃഷ്ണചന്ദ്രനെ കാണാൻ അവർക്ക് വെമ്പലുണ്ടായി. അതിനിടയിൽ ശ്രീശുകൻ കണ്ണു തുറന്നു. രാജൻ, ഈ ഉദ്ധവർ എത്ര ഭാഗ്യം തികഞ്ഞ ആളായിരുന്നു. കൃഷ്ണനുമായി കേളിയാടിയ ഭൂഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഗോപികമാർ അദ്ദേഹത്തെ ഗോവർദ്ധന നഗരിയിലേക്ക് കൊണ്ടുപോയി. ആ ഗിരി കണ്ടപ്പോൾ ഉദ്ധവരുടെ ആശ്ചര്യം ശതമടങ്ങായി. കാരണം അവിടുത്തെ പാറകളിലും ഉറച്ച മണ്ണിലും കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും കാലടിപ്പാടുകൾ ദീർഘകാലം മുമ്പ് പതിഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും വ്യക്തമായി കാണുവാനുണ്ടായിരുന്നു. ഗിരിയുടെ അടുത്തെത്തിയപ്പോൾ ഗോപികമാരുടെ വിരഹവ്യത അലകളായി വന്നടിച്ച് അവർ വിതുമ്പിക്കരയാൻ ആരംഭിച്ചു. അവർക്ക് കൃഷ്ണനെ മാത്രമേ അറിയാവൂ. കൃഷ്ണചിന്തയിൽ അവർ നിമഗ്നരായി. അവരേവരും ഏകകണ്ഠമായി കൃഷ്ണ എന്നലമുറിയിട്ട് കരഞ്ഞപ്പോൾ പരിസരത്തുള്ള വൃക്ഷങ്ങൾ പുളകം കൊണ്ടു. അവ ശാഖാഭുജങ്ങൾ വീശി വ്യസനാകൃതനം ആരംഭിച്ചു. വൃന്ദാവനത്തിലെ ഗോപന്മാരെ മാത്രമല്ല വിരഹം ബാധിച്ചത്, വ്യസനത്തിലാഴ്ത്തിയത്. അത് കുന്നുകളെയും വൃക്ഷലതാദികളെയും കൂടി ബാധിച്ചിരിക്കുന്നു. ചക്രവർത്തി, ഞാൻ ഇതിലുമധികമായി എന്തു പറയട്ടെ? അവിശ്വസനീയങ്ങളായ പല രംഗങ്ങൾ ഉദ്ധവർ കണ്ടു. അദ്ദേഹം ആശ്ചര്യചകിതനായി, അതോടൊപ്പം വിനയാന്വിതനുമായി. കൂടുതൽ വിവരങ്ങൾ കേൾക്കാൻ രാജാവ് ആകാംക്ഷാഭരിതനായി. എങ്ങനെ ഇത് സംഭവിച്ചു? അക്കാര്യം ഒന്ന് വിശദീകരിച്ചാലും ശ്രീശുകൻ പറഞ്ഞു. രാജാവേ, ഗോപികമാരുടെ ബോധം കൃഷ്ണൻ്റെ ബോധവുമായി ഒന്നു ചേർന്നു. അതിനാൽ അവർ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. അവർ കണ്ട ഓരോ വൃക്ഷത്തിലും അവർ കൃഷ്ണനെ ദർശിച്ചു. അവർ അതിനെയൊക്കെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു. അത് വൃക്ഷങ്ങൾ കൃഷ്ണനുമായുള്ള വിരഹവേദന ഉളവാക്കി. അതിനാൽ അവയും ദുഃഖാർത്തരായി ഇലകളിൽ കണ്ണുനീർ പൊഴിച്ചു. എത്ര വിസ്മയകരമായിരിക്കണം ഈ ദൃശ്യങ്ങൾ! സർവം സജീവം എന്ന ആപ്തവാക്യം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. ബോധവും ജീവനും അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് വൃന്ദാവനത്തിലെ ചെടികളും കല്ലുകളും ഉദ്ധവരെ ബോധ്യപ്പെടുത്തി. ശിലകളെപ്പോലും അലിയിപ്പിക്കുന്നതും
തരുകളിൽ നിന്നും തേങ്ങൽ പുറപ്പെടുന്നതുമായ ഗോപികമാരുടെ ഭക്തിപ്രഭാവം മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ന്യായാന്യായ വിചിന്തനം ചെയ്ത് ഒരു തീർപ്പ് കൽപ്പിക്കാൻ യാതൊരു അധികാരവുമില്ല. അവരെങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരുടെ ഹൃദയം ശിലകളേക്കാൾ കഠിനമെന്നേ അത് തെളിയിക്കുന്നുള്ളൂ. ബുദ്ധികൾക്ക് ബ്രഹ്മാണ്ഡ നായകനായ കൃഷ്ണചന്ദ്രൻ്റെ പ്രഭാവം മനസ്സിലാക്കാൻ കഴിയില്ല. നിർമ്മല മനസ്സർക്കെ അച്ചസ്ഫടിക സംകാശമായ മനസ്സുകൾക്ക് ഇത് സാധ്യമാകും. അന്ന് പ്രദോഷവേളയിൽ വൃന്ദാവനത്തിൽ ഉദ്ധവർ ഒരു പുതിയ ദൃശ്യം കണ്ടു. ബ്രാഹ്മണർ അഗ്നി ഭഗവാനെ യജ്ഞയാഗാദികൾ കൊണ്ട് പൂജിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോപികമാർ അയൽപക്കത്തെ വീടുകളിൽ ചെന്ന് ചിരട്ടകളും മൺപാത്രങ്ങളിലും കനലുകളും ദീപങ്ങളും കൊണ്ടുവന്ന് സ്വന്തം അടുപ്പുകളിൽ തീ കൂട്ടുന്നതും ചിരാതുകളിൽ ദീപങ്ങൾ തെളിയിക്കുന്നതും കണ്ടു. ആദ്യമായി വിളക്ക് കത്തിക്കുന്നതും തീ കൂട്ടുന്നതും നന്ദഗോപരുടെ ഹർമ്മ്യത്തിലായിരുന്നു. അവിടെയാണല്ലോ ഉണ്ണികൃഷ്ണൻ വളർന്നതും വിളയാടിയതും. എപ്പോൾ ആ വീട്ടിൽ അഗ്നിശിഖയുടെ പ്രഭ കണ്ടുവോ അപ്പോൾ ഗോപികമാർ ഓരോരുത്തരായി കയ്യിൽ ചിരാതും പിടിച്ച് അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും വിളക്ക് തെളിയിക്കുന്നത് ശുഭോദർക്കമാണല്ലോ. അങ്ങനെ ഉദ്ധവർ വിളക്കുകളുടെ ഒരു ഘോഷയാത്ര കാണുകയായിരുന്നു. അതിനിടയിൽ ഒരു ഗോപിക നന്ദഗൃഹത്തിൽ നിന്ന് വിളക്ക് കത്തിക്കാൻ കണക്കിലധികം സമയമെടുത്തു. അവളെ പിന്തുടർന്നവർ ഊഴം കിട്ടാതെ അക്ഷമരായി. അകത്തൊരു മുറിയിലിരുന്ന യശോദ പുറത്തു വന്ന് അവളെ കണ്ടു. ദാ എന്തൊരു ദുരന്തമാണിത് എന്ന് പറഞ്ഞ് മുതുകത്ത് ഒരു തട്ടുകൊടുത്ത് അവളെ ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ കണ്ണു തുറന്നില്ല. ചുറ്റിലുള്ളവർ ആ വിളക്കിനരികിൽ നിന്ന് അകറ്റാൻ പിന്നിലേക്ക് വലിച്ചു. സ്വല്പം വിശ്രമിക്കാനായി നിലത്തിരുത്തി. അവളുടെ വിരലുകൾ കരിഞ്ഞു വ്രണപ്പെട്ടിരുന്നു. വളരെ ശ്രമപ്പെട്ട് സഹിമാർ അവൾക്ക് ബോധം തെളിയിച്ചു. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഉണ്ണികൃഷ്ണനെ വിളക്കിൻ്റെ നാളത്തിൽ കാണുകയായിരുന്നു. ആ ആനന്ദത്തിൽ മതിമറന്നവൾ സ്വന്തം വിരലുകൾ അഗ്നിനാളത്തിലായതും കരിഞ്ഞു പോകുന്നുവെന്നും അറിഞ്ഞതേയില്ല. അവൾക്ക് വേദനയെ അനുഭവപ്പെട്ടില്ല. ഗോപികളുടെ അഗാധ ഭക്തി വെളിപ്പെടുത്തുന്ന വിസ്മയകരമായ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഉദ്ധവർ അത്ഭുത സ്തബ്ധനായി. സായിറാം.